ഹലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് കുറ്റിക്കോലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. മയിലിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ അത് വണ്ടി കണ്ടപ്പാട് തന്നെ ഓടി. ഇവളെ കണ്ടോ, ഇവളിതാ കാക്കേനൊക്കെ നോക്കുന്നുള്ളതാണ്. ഇങ്ങനെ ഫുള്ളിങ്ങനെ അതിശയത്തോടെ ഫുള്ള് നോക്കുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ അമ്മായിയും പിന്നെ കസിനും ഉണ്ടായിരുന്നു. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ സൺസെറ്റൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാനും ഇതുപോലെയുള്ള പ്ലേസിൽ നിന്നൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ നല്ല രസമാണ്. നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ടാവുമ്പോൾ അതൊരു വേറെ തന്നെ ഒരു വൈബല്ലേ. ഞാനിവളെ കുറേ ചിരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ചില സമയത്തൊക്കെ ചിരിയൊക്കെ കുറവായിരുന്നു. അല്ലാതെ നല്ല ചിരിയൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ചൂരിപ്പഴം. ഞാനിതിനെ ചൂരിക്കായ എന്നാണ് കേട്ടോ പറയുന്നത്, പക്ഷെ ഹസ്ബൻഡ് അവരൊക്കെ ചൂരിപ്പഴം എന്നാണ് പറയുന്നത്. അപ്പോൾ അതെൻ്റെ ഫേവറേറ്റാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നല്ലോണം കഴിക്കുന്നുണ്ടായിരുന്നു. സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ അതൊക്കെ പറിച്ചിട്ടായിരുന്നു വീട്ടിലേക്ക് വരുന്നുണ്ടായത്. സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിലും വലുതായതിന് ശേഷവും വീട്ടിൽ നിന്ന് അത് പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ചായിരുന്നു, പക്ഷെ ഇവളാണെങ്കിലോ ക്യാമറയൊന്നും അങ്ങനെ നോക്കുന്നുണ്ടായിട്ട. അവിടെ ഇങ്ങനെ പക്ഷിയുടെയും കാക്കയുടെ ഒക്കെ സൗണ്ട് കേൾക്കുമ്പോൾ അങ്ങോട്ടായിരുന്നു ഇവൾ നോക്കുന്നുണ്ടായത്. പിന്നെ നമ്മൾ 3 പേരുടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, പക്ഷെ ഇവള് അങ്ങനെ നോക്കുന്നൊന്നും ഉണ്ടായിട്ട. എന്നാലും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി. ഒരു സൺസെറ്റും അതൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. ഹസ്ബൻഡ് ഭയങ്കര ബിസി ആയിരുന്നു. ഷോപ്പിൽ പോവാത്തത് കൊണ്ട് അവിടുന്ന് കോളും മെസ്സേജും ഒക്കെ വരുന്നുണ്ടായിരുന്നു. വണ്ടി വേറെ സ്ഥലത്തായിരുന്നു, നമ്മൾ തിരിച്ചു വന്നത് വേറെ വഴിയിലൂടെ ആയിരുന്നു. അപ്പോൾ ഞാനും അമ്മായിയും ഇങ്ങനെ എന്തൊക്കെയോ കഥ പറഞ്ഞുകൊണ്ട് നടന്നു. ഹസ്ബൻഡ് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ വണ്ടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് വണ്ടി എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ആൾ വന്നു. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് അമ്മമ്മേൻ്റെ വീട്ടിൽ തന്നെ പോകുന്നുണ്ടായത്. നമ്മൾ അമ്മമ്മേൻ്റെ വീട്ടിലേക്കായിരുന്നു വന്നത്. പിന്നെ അവിടെ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നു. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു പ്ലേസിൽ പോവാമെന്ന് അവരൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ പോയി ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമായിരുന്നു അവിടെ നിന്നിട്ടത് കാണാൻ. പിന്നെ കുറച്ച് ഇവളോട് ഉമ്മ കൊടുക്കാൻ പറയുന്നതായിരുന്നു. അവൾക്ക് ഉമ്മ കൊടുക്കാനൊന്നും അറിയില്ല, പക്ഷെ ഇവളിങ്ങനെ എന്തോ കടിച്ചു തിന്നാൻ പോകുന്നത് പോലെയാണ് ഉമ്മ കൊടുക്കാൻ പറയുമ്പോൾ. പിന്നെ ഇവക്കിപ്പോൾ ഫുൾ ഇങ്ങനെ വലിക്കാനൊക്കെ തോന്നും. എല്ലാ സാധനമൊക്കെ ഇങ്ങനെ വലിക്കാൻ തോന്നും. കയ്യിൽ കിട്ടുന്നതൊക്കെ ഇങ്ങനെ വലിക്കും.
അപ്പോൾ ഇവളിതാ ഗിയർ വലിക്കാൻ നോക്കുന്നുള്ളതാണ്. ഗിയർ ബോക്സൊക്കെ വലിക്കാൻ നോക്കുന്നുണ്ട്. നമ്മളിതാ വീടെത്തി. എവിടെയും നല്ല വ്യൂസൊക്കെയാണ്, നല്ല അടിപൊളി ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഇതായിരുന്നു അമ്മമ്മ, ഹസ്ബൻഡിൻ്റെ അമ്മമ്മയാണ്. ഇത് പഴുത്തിട്ടില്ലായിരുന്നു മുണ്ടച്ചക്ക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ ഫോട്ടോസ് എങ്ങനെയുണ്ടെന്നും കൂടി കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.